ഹായ് കിഡ്സ്, വെൽക്കം ടു അവർ കുസൃതി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ആർട്ടാണ്. നിങ്ങൾ എല്ലാവരും ക്രയോൺസ് യൂസ് ചെയ്യാറില്ലേ? ആ ക്രയോൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനോഹരമായൊരു ആർട്ട് ചെയ്യാം. ആ ആർട്ടിന്റെ പേരാണ് സ്ക്രാച്ച് ആർട്ട്. എന്നാ പിന്നെ തുടങ്ങിയാലോ? അതിന് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു വൈറ്റ് പേപ്പർ, പിന്നെ വേണ്ടതോ കുറച്ച് ക്രയോൺസ്, ഞാൻ എടുത്തു വെച്ചിരിക്കുന്നില്ലേ അതുപോലത്തെ. പിന്നെ വേണ്ടത് ബ്ലാക്ക് പെയിന്റും പിന്നെ ഒരു ബ്രഷും. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു കളർ ക്രയോൺസ് എടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പാറ്റേണിൽ നിങ്ങൾക്ക് ഈ വൈറ്റ് പേപ്പറിൽ വരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളർ എടുത്ത് ഈ ഒരു സൈഡിൽ നിന്ന് ട്രയാങ്കിൾ പോലെ കളർ ചെയ്യുകയാണ്. നിങ്ങളും ഇതുപോലെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി ഞാൻ റോസ് കളറാണ് എടുത്തത്. ഞാനൊരു കാര്യം മറന്നു. ഈ ബ്ലാക്ക് പെയിന്റ് എങ്ങനെയാ മിക്സ് ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ എല്ലാവരും പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, ആ ലിക്വിഡും ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആക്രിലിക് കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പെയിന്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഡിഷ് വാഷ് ലിക്വിഡും ഈ ആക്രിലിക് പെയിന്റും കൂടി ഈക്വൽ ആയിട്ട് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത് വെച്ച പെയിന്റ് ആണ് ഇത്. ഇനി നമുക്ക് ഈ വൈറ്റ് പേപ്പറിൽ ഇഷ്ടമുള്ള ക്രയോൺസ് എല്ലാം എടുത്ത് ഈ വൈറ്റ് പേപ്പർ മുഴുവനായിട്ട് കളർ ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇതിനു മുന്നേ ക്രയോൺസ് യൂസ് ചെയ്യാറില്ലേ? ഈ പുതിയ ക്രയോൺസ് വേണമെന്നില്ല, നിങ്ങൾക്ക് വീട്ടിലുള്ള നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ക്രയോൺസ് ആയാലും മതി. നോക്കിക്കേ കൂട്ടുകാരെ, എന്ത് രസമാണ് അല്ലേ? ഒരു മഴവില്ല് കണ്ടതുപോലെയുണ്ട്. ഇനി നമുക്ക് കുറച്ച് കളേഴ്സും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പേപ്പർ ഫുള്ള് കളർ ചെയ്ത് കഴിയും. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പെയിന്റ് ഇല്ലേ, ആ പെയിന്റ് എടുത്ത് പെയിന്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ പേപ്പർ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് പെയിന്റ് എടുക്കാം. എന്നിട്ട് ഈ വൈറ്റ് പേപ്പറിൽ പെയിന്റ് ചെയ്യുക. അതിനുശേഷം പെയിന്റ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വെക്കണേ. പിന്നെ നമ്മള് മഷി കഴിഞ്ഞ പെന്നൊക്കെ ഉണ്ടാവില്ലേ, നല്ല ഷാർപ്പായിട്ടുള്ള അങ്ങനത്തെ പെന്നോ ടൂത്ത് പിക്കോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ. എന്തിനാണെന്നല്ലേ? ചിത്രം വരയ്ക്കാൻ. ഞാനിവിടെ ഒരു ടൂത്ത് പിക്കാണ് എടുത്തത്. എന്നിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കാൻ പോവാണ്. നിങ്ങൾ കൂട്ടുകാരും ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കാം. എന്ത് രസമാ അല്ലേ? ഇതെന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് മനോഹരമായ പല വർണ്ണങ്ങളുള്ള ഒരു പീകോക്ക്. എന്ത് ഭംഗിയാ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആനിമൽസോ ഫ്രൂട്ട്സോ മരങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പൊ എന്റെ പീകോക്ക് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വരച്ച പീകോക്കിന്റെ ഇടയിലൂടെ ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് സ്ക്രാച്ച് ചെയ്ത് കളയാം ഓരോന്നായിട്ട്. അതുകൊണ്ടാണ് ഇതിന് സ്ക്രാച്ച് ആർട്ട് എന്ന് പേര് വന്നത്. ഇതുപോലെ പതുക്കെ ആ ബ്ലാക്ക് പെയിന്റ് നമുക്ക് ഇളക്കി കളയാം. നോക്കിക്കേ, എന്ത് രസമാണ്! റെയിൻബോ കളറുള്ള ഒരു പീകോക്ക് അല്ലേ? എന്തൊരു ഈസിയാ അല്ലേ കൂട്ടുകാരെ? നിങ്ങൾ കരുതിയിരുന്നോ ഇത്രയും വലിയൊരു സർപ്രൈസ് ഇതിൽ ഉണ്ടാകുമെന്ന്? ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പിക്ചറും കൂടി വരയ്ക്കാം അല്ലേ? ഞാനിനി ഇവിടെ വരയ്ക്കാൻ പോകുന്നത് മനോഹരമായ ബട്ടർഫ്ലൈസ് ആണ്. നിങ്ങൾ എല്ലാവർക്കും ബട്ടർഫ്ലൈസ് ഇഷ്ടമല്ലേ? നോക്കിക്കേ, എന്ത് മനോഹരമാ! നല്ല രസമില്ലേ കാണാൻ? ഇനി വേണമെങ്കിൽ ഒരു പിക്ചറും കൂടി ആവാം അല്ലേ? അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകാം കേട്ടോ. ഞാനിവിടെ വരയ്ക്കുന്നത് ഒരു
സുന്ദരിയായ ഒരു കുട്ടിയാണ്. നോക്കിക്കേ, കണ്ടോ? ഈ ക്രയോൺസ് ഉപയോഗിച്ച് എന്തൊരു എളുപ്പമാണ് അല്ലേ? ഇഷ്ടമുള്ള പിക്ചർ നമുക്ക് വരയ്ക്കാവുന്നതാണ്. നോക്കൂ കൂട്ടുകാരെ, നല്ല മനോഹരമല്ലേ കാണാൻ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ആക്ടിവിറ്റികൾ ചെയ്ത് കുസൃതിക്ക് അയച്ചു തരാനും മറക്കരുത് കേട്ടോ. എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.